മുമ്പൊരിക്കലും ഇത്രയും അസ്വസ്ഥനായി ഞാൻ അങ്ങേ കണ്ടിട്ടില്ല. അമ്മ എന്താണോ എന്നെ മനസ്സിലാക്കാത്തെ? ആദ്യം അമ്മു എന്താ കരുതുന്നേ? അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പ്രവർത്തിക്കും. കാലം പഴയതല്ലല്ലോ. ചെറുമക്കളുടെ നന്മ മാത്രമാണ് ഈ മനസ്സിലുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവില്ലേ? അവരുടെ നല്ലതിനു വേണ്ടിയാണെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ ശത്രുതയും ശാപവും നമ്മൾ ഏറ്റുവാങ്ങേണ്ട ആവശ്യമുണ്ടോ? അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അങ്ങനെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ വിട്ടാൽ അവസാനം അവരുടെ ജീവിതം എന്താകും? അങ്ങനെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ വിട്ടല്ലേ ഒരാളെ, അതിന്റെ ഫലം ഇന്നും നമ്മൾ അനുഭവിക്കല്ലേ? ഒക്കത്തെ മറന്നുപോയോ? എന്റെ കുട്ടികൾ ഇന്നെന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ സാരമില്ല. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ആ മധുര അവരറിയുന്ന ഒരു കാലം വരുവടും. അന്നവരെന്നെ മനസ്സിലാക്കും. അമ്മ ഒരു പാവം കുട്ടിയെ. മുത്തശ്ശനായിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കണോ? ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെയാ അമ്മു വളർന്നത്. അങ്ങനെയാണ് അവളെ വളർത്തിയത്. അങ്ങനെ വളർന്നു വന്ന ഒരാൾക്ക് ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടത്തിൽ പാളിച്ചകൾ സംഭവിക്കും. അനുഭവങ്ങളുടെ പരിചയം അവർക്കുണ്ടാവില്ല. അത് അവളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ശ്രീനാഥിനെ പോലൊരു പയ്യനെ അവൾക്കു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. ശ്രീനാഥ നല്ല പയ്യനാ, അത് നമുക്ക്. പക്ഷേ അമ്മുവിനെ സംബന്ധിച്ച് ശ്രീനാഥ് സ്കൂൾ അധ്യാപകൻ മാത്രമല്ലേ? തന്റെ ഭാവി വരനെക്കുറിച്ചും അയാളുടെ ജോലിയെക്കുറിച്ചുമൊക്കെ അമ്മുവിന് സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? എടോ, ജീവിതത്തിന്റെ കയ്പും മധുരവും ഒക്കെ അറിഞ്ഞു വളർന്നവനാ ശ്രീനാഥ്. അങ്ങനെയുള്ള ഒരാളിന്റെ കൂടാണ് അമ്മു ജീവിക്കേണ്ടത്. ശ്രീനാഥിനെ അവൾ വിവാഹം ചെയ്താൽ ഒരു കാലത്തും അവൾക്ക് കണ്ണു നനേണ്ടി വരില്ല. മറ്റേതൊരു പയ്യനേക്കാളും പൊന്നുപോലെ ശ്രീനാഥ് നമ്മുടെ അമ്മുവിനെ നോക്കിക്കോളും. അതെനിക്കുറപ്പാണ്.